നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. എല്ലാ വിവാദങ്ങൾക്കും നാടകീയ രംഗങ്ങൾക്കും ഡ്രാമാറ്റിക് ആയിട്ടുള്ള സീനുകൾക്കുമൊക്കെ അപ്പുറം കളിക്കളത്തിൽ FC ബാഴ്സലോണയും റയൽ മാഡ്രിഡും തമ്മിൽ ഏറ്റുമുട്ടാൻ ഇനി മണിക്കൂറുകൾ മാത്രമാണ് ബാക്കി. രാത്രി ഇന്ത്യൻ സമയം 1:30 എന്ന് പറഞ്ഞാൽ സാങ്കേതികമായി നാളെ പുലർച്ചെ ഇന്ത്യൻ സമയം 1:30 സെവിയയുടെ മൈതാനത്ത് വെച്ചാണ് കോപ്പ ഡെൽ റേയുടെ ഫൈനലിൽ ഇരു ടീമുകളും തമ്മിൽ ഏറ്റുമുട്ടുന്നത്. ആരൊക്കെയായിരിക്കും ഇരു ടീമുകളുടെയും പ്ലേയിങ് ലെവലിൽ ഉണ്ടാവുക നമ്മളൊന്ന് പരിശോധിക്കുകയാണ്. പ്രമുഖ സ്പാനിഷ് മാധ്യമങ്ങൾ നൽകുന്ന വിവരപ്രകാരം FC ബാഴ്സലോണയുടെ 11-ൽ ഗോൾ കീപ്പറായിട്ട് ഷെസ്നി അറിയാമല്ലോ. മാർക്ക് ആന്ദ്രെ ടെർ സ്റ്റെഗൻ സ്ക്വാഡിലുണ്ട്, പക്ഷേ അദ്ദേഹം പ്ലേയിങ് ലെവലിൽ ഉണ്ടാവില്ല എന്ന് തന്നെയാണ് വിലയിരുത്തപ്പെടുന്നത്. സോ ഗോൾ കീപ്പറായിട്ട് ഷെസ്നി, ഡിഫൻസിൽ കുബാർസിയും ഇനീഗോ മാർട്ടിനസും കൂണ്ടയും ജെറാർഡ് മാർട്ടിനും ഒരുമിച്ചിറങ്ങാൻ സാധ്യത. മധ്യനിരയിൽ പെഡ്രി, പിന്നെ ഫ്രങ്കി ഡിയോങ്, പിന്നെ ഡാനി ഓൽമ മുന്നേറ്റങ്ങളെ സഹായിക്കാൻ ഇരു പാർശ്വങ്ങളിലായിട്ട് റാഫീനയും ലാമിൻ യമാലും. റോബർട്ട് ലെവൻഡോസ്കിയുടെ പരിക്ക് എല്ലാവർക്കും അറിയാമല്ലോ, അതുകൊണ്ട് ഫെറാൻ മുന്നേറ്റങ്ങളുടെ കുന്തമുനയാവും. ഇതാണ് ലഭ്യമാവുന്ന വിവരങ്ങൾ. മറുഭാഗത്ത് റയൽ മാഡ്രിഡിനായിട്ട് കോർട്ടുവ ഗോൾ കീപ്പറായിട്ട്, ഡിഫൻസിൽ അസെൻസിയോയും റൂഡിഗറും ഒരുമിച്ചുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. വാൽവർദയും മെൻഡിയും ഇരു പാർശ്വങ്ങളിലും ഉണ്ടാകും. ഷൂമനി മധ്യനിരയിൽ, ഒപ്പം സെബയോസും മോഡ്രിച്ചും ഉണ്ടാകും. മുന്നേറ്റങ്ങളെ സഹായിക്കാൻ ജൂഡ് ബെല്ലിങ്ങാം, പിന്നെ വിനിയും റോഡ്രിഗോയും ഒരുമിച്ചിറങ്ങിയേക്കും. ഇനി അതല്ല, എംബാപ്പെ പൂർണ്ണ ഫിറ്റായിട്ട് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ റോഡ്രിഗോ ബെഞ്ചിലിരിക്കും. ഇതാണ് ഇപ്പോൾ ലഭ്യമാവുന്ന വിവരങ്ങൾ. എന്തായാലും മികച്ചൊരു പോരാട്ടത്തിനാണ് വേദി ഒരുങ്ങിയിരിക്കുന്നത്. അതിനൊപ്പം തന്നെ ഒരുപാട് വിവാദങ്ങളുമുണ്ട് റഫറിങ്ങുമായി ബന്ധപ്പെട്ട്. എല്ലാം കൂടി ചേർത്ത് ഇന്നൊരു യഥാർത്ഥ എൽ ക്ലാസിക്കോ നമ്മുടെ മുന്നിലേക്ക്. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.